സൗഹൃദത്തിന്റെ മധുര സ്മരണകൾ പുതുക്കി സഹപാഠികൾ വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. സൗഹൃദത്തിന്റെ മാറ്റു കുറയാതെ നാണിയൂർ നമ്പ്രം ഹിന്ദു LP സ്കൂളിലെ 1972-73 ബാച്ചിലെ 5ാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. സൗഹൃദത്തിന്റെ മധുര സ്മരണകൾ പുതുക്കി സഹപാഠികൾ വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേർന്നു. നാണിയൂർ നമ്പ്രം ഹിന്ദു LP സ്കൂളിലെ 1972-73 ബാച്ച് 5ാം ക്ലാസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് പഴയകാല ഓർമ്മകളെ ഉണർത്തിക്കൊണ്ട് വിദ്യാലയമുറ്റത്ത് അരങ്ങേറിയത്. അരനൂറ്റാണ്ടിലധികം മുൻപ് ഒന്നിച്ചു പഠിച്ചിറങ്ങിയ കൂട്ടുകാർ കാലമേൽപ്പിച്ച മാറ്റങ്ങളോടെയെങ്കിലും സൗഹൃദത്തിന്റെ മാറ്റ് ഒട്ടും കുറയാതെ അവർ ഒത്തുചേർന്നു. കുട്ടിക്കാലത്തെ ക്ലാസ് മുറികളിലെ കുസൃതികളും വിദ്യാലയ ഓർമ്മകളും പങ്കുവച്ചപ്പോൾ മുതിർന്ന പൗരന്മാരെന്ന പദവി മറന്ന് എല്ലാവരും വീണ്ടും പഴയ 5ാം ക്ലാസ്സുകാരായി മാറി. 1972-73 വർഷത്തിൽ നാണിയൂർ നമ്പ്രം ഹിന്ദു LP സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിച്ച് ജയിച്ച കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ഇന്നിവിടെ നടന്നത്. ഞങ്ങൾ 2019 ഒരു ആലോചനാ യോഗം ചേർന്നു. കൊറോണ കാരണം മുടങ്ങിപ്പോയെങ്കിലും 2023 നമുക്ക് ഫെബ്രുവരി മാസത്തിൽ നമുക്ക് ആദ്യത്തെ സംഗമം നടത്താൻ സാധിച്ചു. പിന്നെ അതിൽ 10-26 നമ്മൾ 35 പേരാണ് അന്ന് 5ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അതിൽ 26 പേര് ആദ്യത്തെ യോഗത്തിൽ പങ്കെടുത്തു എന്നൊരു അഭിമാനപൂർവ്വം പറയുന്നു. കുടുംബാംഗങ്ങളും പങ്കെടുത്തു. അന്ന് ഞങ്ങൾ നല്ല വിപുലമായിട്ട് തന്നെ കൊണ്ടാടി. നമ്മുടെ വക തിരുവാതിരയും കുടുംബാംഗങ്ങളും കുട്ടികളും ഞങ്ങളുടെ അംഗങ്ങളും എല്ലാം പാട്ടുകളും സിനിമാ ഗാനങ്ങളും ഒക്കെ അവതരിപ്പിച്ചു. അതിന് പുറമെ ഞങ്ങളുടെ അധ്യാപിക, ഇന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു അധ്യാപിക പത്മിനി ടീച്ചറെ ഞങ്ങൾ ക്ഷണിച്ചു, പൊന്നാട അണിയിച്ച് ആദരിച്ചു എന്നത് ഞങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യത്തെ കൂട്ടായ്മ അങ്ങനെ കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾ മാസം തോറും കഴിയുന്നതും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരാറുണ്ട്. ഞങ്ങൾ കൂട്ടുകാരുടെ വീടുകളിലാണ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ യോഗം നടത്താറുള്ളത്. അതിൽ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ യോഗത്തിൽ നിന്ന് നമുക്ക് യാത്ര പോകണം, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം ആലോചിച്ചു. എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഞങ്ങൾ 2-3 യാത്രകൾ നടത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ ഇഷാ സെൻറ്ററിൽ താമസിച്ചുകൊണ്ടുള്ളൊരു യാത്ര കഴിഞ്ഞ വർഷം നടത്താൻ സാധിച്ചത് വളരെ സന്തോഷം. ഈ ജനുവരിയിൽ ഞങ്ങൾ നടത്തി. പിന്നെ ഞങ്ങളുടെ കൂടെ അംഗൻവാടി പ്രവർത്തകരായി വിരമിച്ച 2 കൂട്ടുകാരികളെ ഞങ്ങൾ പൊന്നാട നൽകി ആദരിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു അതുല്യ കലാകാരനുണ്ട്, ഡ്യുവൽ ശബ്ദത്തിൽ പാട്ട് പാടുന്ന വേലായുധൻ, നാടക നടനും കൂടിയാണ്. അവനെയും ഞങ്ങൾ ആദരിക്കുകയുണ്ടായി ഓരോ സന്ദർഭങ്ങളിലായിട്ട്. പിന്നെ ഞങ്ങൾക്ക് പൊതുരംഗത്ത് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പെട്ടെന്ന് അത് സാധിച്ചില്ല. ഇനി അങ്ങോട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പൊതുസേവനത്തിന് സാധിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കും. ഞങ്ങൾ ഈ വർഷം നാണിയൂർ നമ്പ്രം ഹിന്ദു LP സ്കൂളിലെ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് തുറക്കുന്ന ദിവസം ഹെഡ് മിസ്ട്രസിൻ്റെ അനുവാദത്തോടു കൂടി അത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. യാത്രകളും കൂട്ടായ്മകളും പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും നമുക്കാവുന്ന വിധം അണ്ണാൻ കുഞ്ഞും തണ്ണാലായത് പോലെ ഞങ്ങൾ ചെറിയൊരു സമൂഹമാണ്. പിന്നെ ആരും അത്ര വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന ആൾക്കാരൊന്നുമല്ല. മക്കളുടെ മക്കളോ എല്ലാം കൊടുക്കുന്ന തുക കൊണ്ട് പറയുന്നു. ഉദ്യോഗസ്ഥർ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പണത്തിന് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ കൂട്ടായ്മ, ഇന്നത്തെ കൂട്ടായ്മ 22 പേര് പിന്നെ അംഗങ്ങൾ, നമ്മുടെ സഹപാഠികളും അവരുടെ മക്കളും ഭർത്താക്കന്മാർ, ഭാര്യമാർ, കൊച്ചുമക്കൾ ഒക്കെ പാട്ടും കഥയും പിന്നെ ഡാൻസ് കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ടു. അങ്ങനെ കൈമെയ് മറന്ന ആരോഗ്യ കൈകാലുകൾക്ക് വിഷമങ്ങളുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ എല്ലാവരും ഒരു മനസ്സോടെ, ധാരാളം ശരീരങ്ങളാണെങ്കിലും ഒരു മനസ്സോടെ വളരെ ഭംഗിയായിട്ട് സദ്യയോടുകൂടി ഈ പരിപാടി അവതരിപ്പിക്കാൻ സാധിച്ചതിൽ
വളരെ സന്തോഷമുണ്ട്. സഹപാഠികൾക്കൊപ്പം ചേരാൻ മക്കളും പേരമക്കളുമായാണ് പലരും പഠിച്ച സ്കൂളിൽ തിരികെ എത്തിയത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന സംഗമം മയ്യിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നേരത്തെ ഈ സംഗമങ്ങൾ 10ാം ക്ലാസ് മുതൽ അങ്ങോട്ടാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം സംഘടിപ്പിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഇത്തരത്തിലുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ വെക്കാറില്ല. പക്ഷെ നമ്മുടേതായിട്ടുള്ള സഹോദരങ്ങൾ ടീച്ചറുടെ യാത്രയത്തിന്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടിയപ്പോൾ രൂപപ്പെട്ടുള്ള ഒരു ആശയം, ആ ആശയത്തിന്റെ ഭാഗമായി അവരെല്ലാം കാര്യങ്ങൾ പരസ്പരം കൈമാറുകയും അങ്ങനെ 10-35ഓളം വരുന്ന കൂട്ടുകാരികളെല്ലാം കണ്ടെത്തി അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെല്ലാം അന്യം നിന്ന് പോകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പരസ്പരം ആ ഒരു ബഹുമാനത്തോടു കൂടിയോ അല്ലെങ്കിൽ പരസ്പരം ആദരവ് കൂടിയോ നമുക്ക് കാണുന്ന ഒരു ചിത്രം നമുക്ക് ഇല്ല. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഈ കൂട്ടായ്മ നമ്മുടെ മാനസികമായ ഉല്ലാസത്തോടൊപ്പം തന്നെ നമുക്ക് സാമൂഹികമായി നമ്മൾ ഏർപ്പെട്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം. ചടങ്ങിൽ AV വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വിട പറഞ്ഞുപോയവർക്ക് ചടങ്ങിൽ വെച്ച് അനുശോചനം രേഖപ്പെടുത്തി. PM വത്സല കണക്കുകൾ അവതരിപ്പിച്ചു. TM നാരായണൻ, സജീഷ് മാട്ടി, NK രാജൻ, M വേലായുധൻ, കോമളം തുടങ്ങിയവർ ആശംസകളർപ്പിച്ചു സംസാരിച്ചു. KN പങ്കജവല്ലി സ്വാഗതവും A നളിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് സഹപാഠികളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, മയ്യിൽ.